ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഥകളൊക്കെ എനിക്ക് കുറേ അറിയാം. അപ്പച്ചിക്ക് 2 അല്ല 3 മക്കളെന്നുള്ള കാര്യം നയന പറഞ്ഞു. എന്താടി നീ പറഞ്ഞതെന്ന് ചോദിച്ച് ജലജ കിടന്ന് തുള്ളു. അപ്പം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നയന പറഞ്ഞു. അപ്പോൾ ഈ അവന്തിക ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ അബിയെയും അവന്തികയും കൂടാതെ ഒരാൾ കൂടി അപ്പച്ചിയുടെ ചോരയായിട്ടുണ്ടെന്ന് പറയുന്നു. അതാണ് ചതി എന്നൊക്കെ നമ്മുടെ നയനെ അങ്ങ് നിന്ന് പറഞ്ഞു. അതെ, നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജലജ ഇങ്ങനെ വലിയേറി നിൽക്കുക. ചതിയും വഞ്ചനയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. അവന്തികെ, പെൺകുട്ടികളായ വ്യക്തിത്വം വേണമെന്നും പിന്നെ നിന്നോട് എനിക്ക് കുറച്ച് ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പനി പറയുന്നതേ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളതാണെന്ന് നയന അവന്തികയോട് പറയാം. അതിൻ്റെ കാരണവും അവൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു പെങ്ങളായിട്ടാണ് അവൻ നിന്നെ കാണുന്നതെന്നും ഇത് കേൾക്കുമ്പോൾ അവന്തികയ്ക്ക് ഭയങ്കര ദേഷ്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ അവനെ ശല്യം ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞു നയന. കണ്ടോ നിന്നെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാനാണ് ഇവള് നോക്കുന്നതെന്ന് ജലജ പറയുമ്പോൾ ഞാൻ എന്തിനാണോ ശ്രമിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നയന പറഞ്ഞു. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു. നന്ദുവിനെ ഈ വീടിൻ്റെ മരുമകളാക്കാനായിരുന്നെങ്കിലേ ഇതിനു മുന്നേ എനിക്കതിന് സാധിക്കുമായിരുന്നു എന്നും നയന പറയുക. അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നതേ ഞാനും ആദർശേട്ടനും അല്ല, എൻ്റെ അച്ഛനും അമ്മയാണെന്ന കാര്യവും നയന പറയുകയും ചെയ്തു. പിന്നെ ആ അച്ഛനെയും അമ്മയെയും കുറിച്ച് എന്തെങ്കിലും വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല. അത് ഞാൻ കേട്ടോണ്ട് നിൽക്കത്തുമില്ല എന്ന് നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. എന്തായാലും ജലജക്കേട്ടുള്ളൊരു കൊട്ട് ആദ്യം തന്നെ നയന അങ്ങ് കൊടുത്തു. അപ്പോൾ നയന അങ്ങ് പോയി കണ്ടപ്പം കണ്ടോ അവള് സമയത്ത് കാല് മാറുന്നത് നീ കണ്ടോ എന്ന് മോളോട് അമ്മ. ഇപ്പം അനിയുടെ ഡിവോഴ്സ് നടന്നു. ഇനിയിപ്പോൾ നിനക്കും എനിക്കും വിവാഹം കഴിക്കാൻ ഒരു തടസ്സവും ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് നിന്നോട് പറഞ്ഞതാ ഒഴിഞ്ഞു പോകാനായിട്ട്. അപ്പോഴത്തേക്ക് അവൻ്റെ കലി. അങ്ങനെ ഒഴിഞ്ഞു പോവില്ല ഞാൻ. ഇനി അബദ്ധവശാൽ എനിക്ക് അനിയെ കിട്ടിയില്ലെങ്കിൽ അതിനെല്ലാവരും വലിയ വില നൽകേണ്ടി വരുമെന്ന് അവന്തിക ജലജയോട് പറയുന്നു. അത് കേട്ടപ്പോൾ ജലജ ഇങ്ങനെ ഉണ്ടക്കണ്ണും മേടിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിയും അതുപോലെ നവീനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അവനുണ്ടല്ലോ ആ സ്റ്റെവിൻ, അവനെ ഞാൻ കുടിക്കാതെ നല്ലതുപോലെ അവനെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് നവീൻ പറയുവാണ്. ഇവിടുത്തെ SI നന്ദു ആണെന്ന് അവനറിയാം. അവൻ്റെ ചില തരികിട പരിപാടികൾ ഞാൻ പൊക്കിയായിരുന്നുവെന്നും അവൻ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ടെന്നും നമ്മുടെ അബിയെപ്പോലെ ഒരുത്തനെ അവനെന്നും അതിനിടയ്ക്ക് അവനൊരു പെൺകുട്ടി രജിസ്റ്റർ മാരേജും ചെയ്തായിരുന്നു. ബന്ധം പിരിയാതെ തന്നെ അവരടിച്ചു പിരിയുകയും ചെയ്തു. അവളെയും ഞാൻ കണ്ടെത്തി. എന്നിട്ട് അവനെതിരെ കേസ് കൊടുപ്പിക്കുമെന്ന് പറഞ്ഞുവെന്നും പറയാം. അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ചെലവിന് കൊടുക്കാതെ നടക്കുക ഇവനെന്നൊക്കെ നവീൻ പറയാം. കേസായി കഴിഞ്ഞാൽ അവൻ ഉടനെ ഒന്നും UK പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ വന്നത്, കോടതിയിൽ മൊഴി കൊടുക്കാനായിട്ട്. പിന്നെ അനാമികയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടണമെന്നുള്ളതല്ലാതെ അവളെ UK കൊണ്ടുപോകണമെന്നൊന്നും അവനില്ലായിരുന്നു എന്നും പറഞ്ഞു. എന്തായാലും നീ കോടതിയിൽ നിരത്തിയ തെളിവുകൾ അത് ശക്തമായിരുന്നു എന്ന് അനി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ലേ വരത്തുള്ളൂ. നിനക്കല്ലേ എന്നെ വിശ്വാസം ഇല്ലാണ്ടായി പോയത്. ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നവരെ ചതിക്കില്ല എന്ന് പറഞ്ഞു. അവരെ വിഷമിപ്പിക്കാനും നോക്കില്ല എന്നും. പിന്നെ നീയും അങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നന്ദുവിൻ്റെ കാര്യത്തിൽ നീ കുറച്ച് തരികിട പരിപാടിയൊക്കെ കാണിച്ചു എന്ന് നവീൻ പറയാം. അപ്പം അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടടാ എന്ന് പറയുമ്പം കാരണം എന്തായാലും ശരി, നീ അത് ചെയ്തത് ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ട് ആ കല്യാണത്തിന് എതിർപ്പുള്ള ആൾക്കാർ. അതാരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അത്തരം സാഹചര്യങ്ങളൊക്കെ നീ ഇനി എനിക്കൊപ്പം ഉറച്ചു നിൽക്കണം. നീ മുന്നിൽ നിന്ന് വേണം ഞങ്ങളുടെ കല്യാണം നടത്തി തരാനെന്ന കാര്യം പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ വല്ലാണ്ടായി. പിന്നെ അല്ല, അത് പറഞ്ഞപ്പം നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? എന്താ ഞാൻ നന്ദുവിനെ കല്യാണം കഴിക്കുന്നത് എന്താടാ, നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ലടാ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയ അവളുടെ കഴുത്തിൽ താലി കെട്ടി ഒന്നിച്ച് ജീവിക്കുക വേണ്ടതെന്നൊക്കെ പറയുമ്പം അത് തന്നെ എൻ്റെ ആഗ്രഹവും നമ്മുടെ അനി. ഇനിയിപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിൻ്റെ പ്രധാന തലവേദന അത് ഒഴിഞ്ഞു പോയില്ലേ. അപ്പോൾ നിനക്ക് നല്ലൊരു ബന്ധം ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. നിനക്ക് യോജിച്ച പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാമെന്ന് നവീൻ പറയാം. നിൻ്റെ നയനയിടത്തിയുടെ സ്വഭാവമുള്ള ഒരാളെ. പനിയൊന്നും മിണ്ടാതിരുന്ന് കേൾക്കുവാണേ. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് നവീൻ പറയുമ്പം അതാരാ? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നേ. അപ്പം എനിക്കിനി കല്യാണം എന്ന് പറയുന്നൊന്നും വേണ്ടടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് നവീൻ. നിൻ്റെ കുടുംബത്തേക്ക് വന്നാലും അവളെല്ലാവരുമായിട്ടും പൊരുത്തപ്പെട്ട് പോകുമെന്നും നവീൻ പറയുക. ആ വിഷയം അത് വിടളിയാന്ന് പറഞ്ഞു അനി. ഞാനിപ്പോൾ ഉടനെ എൻ്റെ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പം എന്തായാലും എൻ്റെ കല്യാണം അത് ഉടനെ ഉണ്ടാവൂടാ.
എൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞാലേ ഉടനെ തന്നെ നിശ്ചയമാണെന്ന് നവീൻ. അത് കേട്ടപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം അതിന് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നിൻ്റെ അമ്മ നന്ദുവാണ് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ അറിയുമ്പോൾ നീ നിൻ്റെ വീട്ടുകാരും ഒക്കെ അമ്മയൊന്ന് മയപ്പെടുത്തി എടുക്കണമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ആ സമയത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കുന്നത്. പിന്നെ അവളെ വിട്ടുകളയാൻ പറ്റുമോടാ അളിയാ എന്നും ചോദിച്ച് നവീൻ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ധർമ്മസങ്കടം. അനി ഇങ്ങനെ ഇരിക്കുന്നു. നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ നവീൻ ഇങ്ങനെ അവിടെ ഇരിക്കുക. പിന്നെ കാണിക്കുന്ന നന്ദുവിൻ്റെ അടുത്തേക്ക് അനി വന്നു. അപ്പോൾ നന്ദു, നിനക്കറിയാമല്ലോ, സൗഹൃദത്തിന് അങ്ങേയറ്റം മാന്യത നൽകുന്ന ഒരാളാണ് ഞാൻ. ഒരു സുഹൃത്തിനെയും ഞാൻ വഞ്ചിക്കാറുമില്ല. ഇവിടെ ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി പോയി എന്ന് അനി പറയുമ്പോൾ ഞാനും അങ്ങനെ തന്നെയാടാ. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളതൊന്നും തുറന്നു പറയാൻ എന്നെക്കൊണ്ട് പറ്റാത്തത്. നവീനെപ്പറ്റി ഒരു തർക്കം ഉണ്ടായപ്പോൾ നീ എന്നോട് ബെറ്റ് കിട്ടിയിരുന്നു. അതിൽ നീയാണ് വിജയിച്ചതെന്ന കാര്യം അനി പറയാം. പക്ഷേ ഈ ഡിവോഴ്സ് നടത്താൻ വേണ്ടി അവനെടുത്ത എഫേർട്ടിന് പകരം ചോദിക്കുന്നത് നിന്നെയാണെന്ന കാര്യം പറയുമ്പം നമുക്ക് തൽക്കാലം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു നന്ദു അനിയോട്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊക്കെ വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമൊന്നും നന്ദു അനിയോട് പറയാം കേട്ടോ. അതുതന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവൻ്റെ അമ്മയുടെ അടുത്ത് നിൻ്റെ പേര് പറയുമ്പോൾ അവിടം കൊണ്ട് ഈ ആലോചന നിൽക്കും. പക്ഷേ അവൻ്റെ മുത്തശ്ശനെ എനിക്ക് ശരിക്കും പേടിയുണ്ടെന്നും എൻ്റെ മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് അവൻ്റെ മുത്തശ്ശനുമേ. കൊച്ചുമോനെന്ന് വെച്ചാൽ അങ്ങേർക്ക് ജീവനാണ്. അതുകൊണ്ട് ഇനി മുത്തശ്ശനെ കൊണ്ട് അവൻ ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ അമ്മയും അല്ലെങ്കിൽ എന്നെ ഒന്നും നവീനേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തടത്തോളം കാലം നവീനേട്ടൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് നന്ദു തറപ്പിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ നിനക്കൊരു തലവേദന ആയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെന്താടാ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ല, നമ്മൾ തമ്മിൽ അടുപ്പമില്ലായിരുന്നെങ്കിലേ നീ ഈ ആലോചന വേണ്ടെന്ന് വെക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അതേപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. നിന്നെപ്പോലെ തന്നെ നവീൻ ഏട്ടനെ എനിക്കറിയാമെന്ന് നന്ദു പറയാം. എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നവീനേട്ടനെ അറിയാം. അതുകൊണ്ട് നീ പറഞ്ഞതൊരു കണക്കിന് ശരിയാണ്. നമ്മൾ തമ്മിൽ അടുപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഈ ബന്ധത്തെ എതിർക്കില്ലായിരുന്നു എന്ന് നന്ദു പറഞ്ഞു കേട്ടോ. അല്ല, അങ്ങനെ ഇപ്പോൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ എന്നും നന്ദു പറയുന്നു. അത് കേട്ടപ്പം അതുതന്നെ എൻ്റെ പേടി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഈ ബന്ധം മുടക്കാനായിട്ട് ശ്രമിച്ചേനെ. പക്ഷെ ഇവിടെ നിനക്ക് നവീനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് അനി പറയുമ്പോൾ സോഫ്റ്റ് കോർണർ ഇല്ല എന്നൊന്നും ഞാൻ നിന്നോട് പറയില്ല. നീ ഇങ്ങനെ സംസാരിച്ച് എൻ്റെ മനസ്സ് ഇളക്കാനൊന്നും ശ്രമിക്കേണ്ട കേട്ടോ ഒന്ന് നന്ദു. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ നിന്നോട്, ഇതിപ്പോൾ നവീനേട്ടനെ പോലെ നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അടുത്തറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളെ കെട്ടാൻ നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറ്റില്ല എന്ന് നിനക്ക് അറിയില്ലേ നന്ദു? എന്നാൽ പിന്നെ ആ സ്വഭാവം ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നുമല്ല, മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അന്നെന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന് വിള്ളലുണ്ടാവില്ല എന്നും അതുകൊണ്ട് അതിൻ്റെ ഒടുക്കത്തെ സംശയം മോനെ വെച്ചുള്ള സംസാരമൊക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു നന്ദുവേ. അപ്പം നന്ദു, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ അതിനെന്തിനാ എൻ്റെ കോൺഫിഡൻസ് നീ ഇല്ലാണ്ടാക്കുന്നത്? നീ പറഞ്ഞ് എന്നെ നവീനേട്ടനെ ഒന്നിപ്പിക്കോടാ. ഹേയ് അതിനെപ്പറ്റി സ്വപ്നത്തിൽ പോലും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല നന്ദു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നാൽ പിന്നെ നീ ചെന്നേ, നിനക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. അനാമിക തലയിൽ നിന്ന് പോയതിൻ്റെ ആശ്വാസത്തിൽ നീ പോയി അതൊക്കെ ചെയ്ത് തീർക്കാൻ പറഞ്ഞു. ഓണാ വരുന്നേ. അത് പിന്നെ ഓണത്തിന് നിനക്ക് എന്താ വേണ്ടത്? ഇച്ചിരി മനസമാധാനം തന്നാൽ കൊള്ളായിരുന്നു. ഇനി എന്തായാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നവീനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതുപോലെ നവീനേട്ടൻ്റെ അമ്മ ഈ ബന്ധത്തെ എതിർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്ന കാര്യം നന്ദു പറയാം. ആ കാരണം പറഞ്ഞ് തൽക്കാലം നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥന തുടങ്ങാം അവൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് അനി. പിന്നെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് നമ്മുടെ അനി കയറി വരുമ്പം ആദർശം നയനയും കൂടെ ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് വീട് വരെ പോകണമെന്ന് നയന പറഞ്ഞു. അതെന്തായാലും നന്നായി. പോകുമ്പോൾ ഏട്ടത്തി അച്ഛനെ അമ്മയും ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു അനി. അപ്പോൾ എന്ത് കാര്യങ്ങൾ? ഒന്നും അറിയാത്തതുപോലെ എന്താ ഏട്ടത്തി ഇങ്ങനെ സംസാരിക്കുന്നേ? അപ്പോൾ ആദർശം ഇങ്ങനെ നയനയെ നോക്കുക. എൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ എൻ്റെ നന്ദുവിൻ്റെ ഇടയിലുള്ള തടസ്സം അത് നവീനാന്ന് പറഞ്ഞപ്പം, എടാ കോടതിയിൽ നിന്നെ രക്ഷിച്ചവനാണ് നവീൻ. അതുകൊണ്ട് മുത്തശ്ശനൊക്കെ ഈ വിഷയത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു മുൻപ് നവീൻ്റെ മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തശ്ശൻ അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു എന്ന കാര്യവും ആ സമയത്ത് നവീൻ്റെ മുത്തശ്ശൻ നവീൻ്റെ കല്യാണക്കാരി എടുത്തിട്ടെന്നുള്ള കാര്യമൊക്കെ പറയാം ആദർശേ. എന്നിട്ട് നന്ദുവിനെ അവൻ പെണ്ണാലോചിച്ച കാര്യം മുത്തശ്ശൻ അറിഞ്ഞോ? അപ്പോൾ അറിഞ്ഞിട്ടൊന്നുമില്ല.
അവൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്നും അവൻ്റെ അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് അത് ആരാണെന്ന് അവൻ പറയാത്തതെന്നുമാണ് അവർ പറഞ്ഞത്. ആരാണെങ്കിലും നവീൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ അവൻ്റെ മുത്തശ്ശൻ തയ്യാറാണെന്ന കാര്യവും പറഞ്ഞു. ആകെ രക്ഷ അവൻ്റെ അമ്മ മാത്രമാണ്. ആ അമ്മ കൂടി അനുകൂലിച്ച ഞാൻ പെട്ടത് തന്നെയാണെന്നും പറഞ്ഞ് അനി ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ നയന ഇങ്ങനെ നോക്കുക കേട്ടോ അന്തം വിട്ട്. സത്യം പറഞ്ഞിരുന്നു കോടതിയിൽ കേസ് തോറ്റാൽ മതിയായിരുന്നു എന്ന് അനി. അപ്പോൾ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല ഏട്ടാ, അവൻ ഈ കേസ് ജയിച്ചതുകൊണ്ട് അവൻ ഹീറോയും ഞാൻ സീറോയും ആയി പോയെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഈഗോ വർക്കൗട്ടാക്കുക അനി. അപ്പോൾ നവീൻ കോടതിയിൽ നെറുകേട് കാണിക്കില്ല എന്ന് നന്ദുവിനോട് ബെറ്റ് കിട്ടിയതാണ്. പക്ഷെ അവസാന നിമിഷം വരെ എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ഗംഭീര പെർഫോമൻസാണ് അവൻ കോടതിയിൽ കാഴ്ചവെച്ചത്. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ്. അത് നന്ദുവിനെ ആകെ ഒലച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൾക്കിപ്പോൾ നവീനെ ഇഷ്ടമായി തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനൊന്നുമില്ല, അവൾ ആദ്യമായിട്ട് സ്നേഹിച്ചതേ എന്നെയാ. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റാരെന്ത് ഹീറോയിസം കാണിച്ചാലും അവരെ ഒന്നും അവൾ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അനിയെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞോ? അനിയെ വിവാഹം കഴിക്കാമെന്ന് അവൾ സമ്മതിച്ചോ? അതൊക്കെ പറയാതെ തന്നെ അവൾ എത്ര വട്ടം പറഞ്ഞല്ലേ ഏട്ടത്തിയെന്ന് ചോദിച്ചേ. അപ്പോൾ ദേ നമ്മുടെ നയനയ്ക്കൊക്കെ ആകെ വിഷമം. അതുകൊണ്ട് അവളുടെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തി ഒന്നും അറിയാൻ ശ്രമിക്കാൻ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതൊന്നും അല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് പ്രതീക്ഷയില്ല. അതുകൊണ്ട് അനി പറയുന്നത് പോലെ എടുത്തടിച്ച രീതിയിൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് നയന പറഞ്ഞു. അതുമാത്രമല്ല, ഇന്ന് കോടതിയിലേക്ക് നവീനും നന്ദുവും ഒരുമിച്ചല്ലേ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, നവീൻ എൻ്റെ വീട്ടിൽ പോയി നന്ദുവിനെയും കൂട്ടിയാണ് വന്നത്. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഹീറോയിസം ഒന്നുകൂടി നന്ദുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്തായാലും അവനവൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തതല്ലേ. ഇനിയിപ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ളൊരു നിലയിൽ നീ അവനൊരു ഫേവറായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്ത് ഫേവർ വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടി എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കുന്ന പെൺകുട്ടിയെ വിട്ടുകൊടുത്തിട്ട് ഒരു ഫേവറും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അനി തറപ്പിച്ച് തന്നെ പറയാട്ടോ. അതും പറഞ്ഞ് അനി അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഇവർ രണ്ടുപേരും ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുവാണ്. നന്ദു അവനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ അടിമുടി തളരും. പിന്നെ അവന് നല്ലൊരു ബിസിനസ്സുകാരനാകാൻ പറ്റില്ല. പിന്നെ അവന് നല്ലൊരു കവിയാകാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് ആദർശ് പറഞ്ഞു. ഇപ്പം നമ്മൾ എന്താ ആദർശിട്ടാ വേണ്ടത്? നിൻ്റെ അച്ഛനോടും അമ്മയോട് നീ പറഞ്ഞല്ലോ എടുത്തടിച്ചതുപോലെ പറയാൻ പറ്റില്ല. പിന്നെ സംസാരത്തിനിടയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് നോക്കാവെന്ന് പറഞ്ഞു. പറഞ്ഞു രണ്ടുപേരും കൂടി ഇങ്ങനെ പോകാൻ നോക്കുക. പിന്നെ അവൻ പറഞ്ഞതുപോലെ അവർക്കിടയിൽ വലിയൊരു തടസ്സമുണ്ട്. നവീൻ്റെ അമ്മ. അതിൽ മാത്രമാണ് പ്രതീക്ഷ. പാൻറ്റിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു കാരണവശാലും ഈ കല്യാണത്തിന് സമ്മതിക്കാനുള്ള ഒരു വഴിയില്ല. അത്രയ്ക്ക് നന്ദുവിനെ അവർക്ക് ഇഷ്ടമല്ല എന്ന് നയന ആദർശനോട് പറഞ്ഞു. അതിപ്പോഴൊന്നല്ല, നമ്മുടെ വിവാഹം കഴിയുന്നതിന് മുൻപ് അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ അമ്മയോട് പറയുമായിരുന്നു പെൺകുട്ടികളെ ആൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കുന്നവരായിട്ട് വളർത്തരുത് എന്ന് വെച്ചാൽ ക്യാമ്പസിലൊക്കെ അവൾ ഒരുപാട് തല്ലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് നയന പറയുമ്പോൾ നവീൻ്റെ മനസ്സിലുള്ളത് നന്ദുവാണെന്ന് അറിയുമ്പോഴും ആ രീതിയിൽ തന്നെ അവർ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അനിയെ നന്ദുവിനെ നമുക്ക് ഒന്നിപ്പിക്കാൻ കഴിയും. അപ്പോഴും ഇവിടെ ഒരു തടസ്സമില്ലേ? അനിയുടെ അമ്മ പോരാത്തതിന് ഇപ്പോൾ ഇളയച്ചനും കൂടി അവരൊന്നിക്കുന്നതിനോട് തീരെ താല്പര്യമൊന്നും ഇല്ല എന്ന് നയന പറയാം. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇന്നലെ വരെ എല്ലാത്തിനും അനുകൂലിച്ച് നടന്നിരുന്ന എൻ്റെ ഇളയച്ചൻ നാഗേന്ദ്രൻ വന്നതിന് ശേഷം പാടെ മാറിയിരിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. അതിനും എന്തോ വ്യക്തമായ കാരണമുണ്ട്. അതെന്താണെങ്കിലും കണ്ടെത്തിയേ പറ്റൂ എന്ന് ആദർശ് പറഞ്ഞു. എന്നാൽ ശരിയെന്നും പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും പോകാമെന്നും പറഞ്ഞ് അവർ വീട്ടിലോട്ട് പോകണം. അങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി ചെന്നു. വാമക്കളെ ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനാണ് വന്നതെന്ന് ആദർശ് പറയപ്പോൾ ഗോവിന്ദനും കരങ്ങി നോക്കുക. അച്ഛനും അമ്മയും അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സീരിയസ് അല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലല്ലോ മോനെ എന്ന് അന്നേരം ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ മോനെ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറയാൻ വന്നത് അനിയുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ മുഖം അങ്ങ് വല്ലാതായി രണ്ടുപേരുടെ. അനി മുത്തശ്ശിയുടെ മുന്നിൽ വെച്ചാണ് അവൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എല്ലാവരോടും പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറഞ്ഞു. അനി അങ്ങനെ നന്ദുവിനെ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അനിയുടെ അമ്മ അന്ന് എന്താ പറഞ്ഞത് എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുകയാണേ. അപ്പോൾ ഇവർ ഒന്നും മിണ്ടിയില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു കനക. അനിയുടെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അനിയുടെ ആഗ്രഹം നടക്കുമോ എന്ന് കനക ചോദിക്കുക. എൻ്റെ നന്ദോട്ടനെ ആ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്നും ചോദിച്ചു. അന്നേരം മക്കളെ, നവീനെ പോലെ നല്ലൊരു പയ്യൻ നന്ദോനെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാണ് വന്നത്. ആ ഒരു സമയത്ത് ആ ബന്ധം നടത്തുന്നതിന് പകരം നിങ്ങളെന്തിനാ ഇങ്ങനൊരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അത്രയ്ക്ക് നന്ദുവിന് അനിയെ ഇഷ്ടമാണെന്ന കാര്യം പറഞ്ഞു. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാണ്. നവീൻ ഇവിടെ വന്ന് കല്യാണം ആലോചിച്ചു. അതൊക്കെ ശരിയായ കാര്യമാണ്. പക്ഷെ നവീൻ്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന്
ആദർശ് ചോദിക്കുവാണേ, നവീൻ്റെ അമ്മയോ മുത്തശ്ശനോ ഇതിനെപ്പറ്റി സംസാരിക്കോ ഇങ്ങോട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നവീൻ മോൻ അവൻ്റെ അമ്മയോടും മുത്തശ്ശനോടൊക്കെ പറയാമെന്നല്ലേ പറഞ്ഞ്. ഒരു കാര്യം നിങ്ങൾ രണ്ടാളോടും കൂടി ഞാൻ തറപ്പിച്ച് പറയാം. നവീനും നന്ദുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ നവീന് പകരം മറ്റൊരു പയ്യൻ. എന്നാലും അനിയൻ നന്ദുവിന് വേണ്ട മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദേട്ടൻ കട്ടായം പറയുന്നു. സ്വന്തം അമ്മയെ കരയിച്ചുകൊണ്ട് ഒരു മക്കളും അവരിഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ല എന്നൊക്കെ കനക അവിടെ നിന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇവരാകെ ധർമ്മസങ്കടത്തിലായി. അതുമാത്രമല്ല, അവന്തികയെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിക്കാനിരുന്നതല്ലേ എന്നും കനക ചോദിച്ചു. അങ്ങനെയുള്ള വീട്ടിലേക്ക്, ആ കൊച്ചിൻ്റെ മുന്നിലേക്ക് ഇനി നന്ദോട്ടനെ ഞങ്ങൾക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ എന്നൊക്കെ കനക ചോദിക്കുക കേട്ടോ. ഇവരാകെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം നന്ദുവിന് നവീൻ ഇഷ്ടമാണോന്ന് നിങ്ങൾ ചോദിച്ചോന്ന് ചോദിച്ചു നയന. എന്തായാലും നവീൻ മോനോട് അവൾക്ക് വെറുപ്പൊന്നും ഇല്ലല്ലോ എന്ന് കനക. നവീനെക്കുറിച്ച് നന്ദോട്ടൻ എപ്പോഴും നല്ല മതിപ്പോടെയൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന കാര്യവും പറഞ്ഞു. നന്ദുവിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ മറ്റൊരു വിവാഹയെ കഴിക്കില്ലെന്നാണ് അനി പറയുന്നതെന്ന് പറയുമ്പം അതൊക്കെ ഇപ്പം പറയുന്നതല്ലേ. നന്ദു വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അനി സാവകാശം മാറിക്കോളൂ എന്ന് ഗോവിന്ദേട്ടൻ. നിങ്ങളൊക്കെ അവൻ എന്തെങ്കിലും പറയുമ്പോഴേ അതിനൊപ്പം നിൽക്കുന്നതാണ് കുഴപ്പമൊന്നും ഗോവിന്ദേട്ടൻ പറഞ്ഞു. നിങ്ങളുടെ അമ്മയെപ്പോലെ അല്ല ഞാൻ. ഒരിക്കലും വെറും വാക്ക് പറയുന്ന ഒരാളല്ല. ഒന്നിക്കാൻ പാടുള്ളതേ ഒന്നിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഗോവിന്ദേട്ടൻ. അപ്പം ഞാൻ ഈ പറയുന്നതുകൊണ്ട് മോനൊന്നും തോന്നരുത്. അന്ന് അവന്തികയുടെയും മനുയുടെയും നിശ്ചയത്തിന് ഞങ്ങൾ വന്നപ്പോൾ അഭിയുടെ അമ്മ സംസാരിച്ചതല്ല നിങ്ങൾ കേട്ടതല്ലേ എന്ന് ചോദിച്ചു. അന്ന് മോളും അഭിയുടെ അമ്മയും ഒരുപാട് പറഞ്ഞതാണല്ലോ. ഇനി അതൊന്നും കേൾക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്നും പറഞ്ഞു. അവരങ്ങ് പോയി. അവർ പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ കനകയോട്. അപ്പം ഇല്ല ഗോവിന്ദേട്ട, നമ്മൾ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ, പറയേണ്ടതല്ലേ ഗോവിന്ദേട്ടാ, പറഞ്ഞോളൂ എന്ന് കനക. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് നവ്യ കേട്ടോ. നവ്യ റൂമിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അബി അപ്പോൾ റൂമിലേക്ക് കയറി വരിക. അബി റൂമിലേക്ക് കയറി വരുമ്പോൾ, അബി ഇങ്ങ് വന്നേ, എൻ്റെ മുടി ഒന്ന് ചീകിത്താ എന്നും പറഞ്ഞ് നവ്യ വിളിച്ചു കിട്ടോ. അപ്പോൾ ഒരു പൂച്ചക്കുട്ടിയെ പോലെ കയറി ചെല്ലുന്നു. നവ്യയുടെ മുടി ചീകി കൊടുക്കുന്നു. അങ്ങനെ മുടിയൊക്കെ ചീകി കൊടുത്ത് സോപ്പിട്ട് പതപ്പിക്കാനായിട്ടുള്ള പരിശ്രമമാണ്. നവ്യയ്ക്ക് ഭയങ്കര കലി വരുന്നുണ്ട്. ഇവനെ കാണുമ്പോൾ തന്നെ വെറുപ്പും അറപ്പും ഒക്കെ ആയിട്ടാണ് ഇവൻ്റെ മുഖത്തേക്കൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നവീൻ നന്ദുവിനെ ആലോചിച്ചതുകൊണ്ടേ അവർ തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നവ്യ. പക്ഷേ അവളിപ്പോഴും സമ്മതം മൂളിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് നവ്യ പറയുമ്പോൾ ആണോ എന്ന് ചോദിച്ചു അബി. അതുമാത്രമല്ല, അനി അവളുടെ പിന്നാലെ തന്നെയാണല്ലോ. ഒരു കാരണവശാലും അനിയും നന്ദുവും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല എന്ന് നവ്യ. അതുപോലെ തന്നെ നവീൻ്റെ ജീവിതത്തിലോട്ടും അവൾ പോകാൻ പാടില്ല എന്നും പറയാം. അവൻ്റെ ജീവിതത്തിലോട്ട് പോകുന്നെങ്കിൽ പോട്ടേന്നേ. അപ്പം പിന്നെ നന്ദുവിൻ്റെ പിന്നാലെയുള്ള അനിയുടെ നടപ്പങ്ങ് അവസാനിക്കുമല്ലോ നഭി. അങ്ങനെ വന്നാലേ അവന്തികയ്ക്ക് ചാൻസ് ഉള്ളൂ എന്നും പറയാം. അവന്തിക അനിയെ കല്യാണം കഴിക്കില്ലെന്നല്ലേ പറയുന്നതെന്ന് ചോദിച്ചപ്പം അത് നിൻ്റെ അനിയത്തെ കണ്ടിട്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സ് മാറിക്കോളും. എന്നാലും അവന്തികയെ പെങ്ങളായിട്ടാണ് കാണുന്നതെന്നൊക്കെ പറയുമ്പം അവനെ പിന്നെ നിർബന്ധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നല്ലേ അവൻ. ഇപ്പം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതേ അതൊന്നും അല്ല. ആ ഹോസ്പിറ്റലിൽ ഒരുത്തി കിടക്കുന്നില്ലേ അനഘ, അവളോ? അപ്പോഴത്തേക്ക് നവ്യ ഇങ്ങനെ തിരിഞ്ഞു. നവ്യക്ക് കാര്യം മനസ്സിലായി. അല്ല, അവൾ റിക്കവറായി വരുവാണെന്നല്ലേ നയന അമ്മായിയോട് പറഞ്ഞത്. അങ്ങനെയെങ്കിലേ അവളെ തീർക്കണമെന്ന് അഭി, ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ തീർക്കണമെന്ന് പറയുമ്പം നവ്യ ഇങ്ങനെ നിന്ന് ചിന്തിക്കുക കേട്ടോ. അവളെ കൊണ്ട് എന്നെ കൊടുക്കാനാണ് ആദർശ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അഭി പറഞ്ഞപ്പം അല്ല അതിനെങ്ങനെ പറ്റുമെന്ന് ചോദിച്ചു. കള്ളക്കഥകൾ ഉണ്ടാക്കാൻ അവനെ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ മറ്റാരും. ഞാൻ AN ജ്വല്ലറിയുടെ മാനേജർ ആയതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാപനം തകർത്തേ അടങ്ങുമോ നമ്മൾ വാശി പിടിക്കുന്ന കാര്യം പറയുന്നതാണേ. അല്ലാതെ അത് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല എന്നും. നിൻ്റെ അച്ഛന് കോടികളുടെ അവസ്ഥയില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് നഷ്ടം വന്നാലും ജ്വല്ലറിയൊക്കെ മുന്നോട്ട് പോയിക്കോളൂ എന്ന് നവ്യ പറഞ്ഞപ്പോൾ ആദർശിൻ്റെ ദേഹത്ത് വീണ ചെളി കഴുകി കളയാൻ അവൻ നോക്കുന്നത് മുഴുവൻ എൻ്റെ ദേഹത്ത് തീർപ്പിച്ചിട്ട്. എന്തായാലും അതിന് ഞാൻ നിന്ന് കൊടുക്കില്ല, എന്നെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ വലിയ നല്ല വെള്ള ചമഞ്ഞ് നവ്യയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ട് നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിങ്ങനെ നവ്യ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. അങ്ങനെ അബിയിലെ ആ ഒരു ചെകുത്താൻ നവ്യയുടെ മുന്നിൽ പുറത്തു വരുവാണ്. നവ്യ ഇത് കണ്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ നവ്യയുടെ കൂട്ടുകാരി കേട്ടോ. കൂട്ടുകാരിയെ നവ്യ വിളിക്കുക. നവ്യ പറഞ്ഞോളാൻ പറഞ്ഞു. എടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന അനഘയെ കൊല്ലാനേ ഇവിടെ ഒരുത്തം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നവ്യ കൂട്ടുകാരിയെ വിളിച്ചറിയിച്ചു. അനഘ റിക്കവറായി വരുന്നത് അബിക്ക് അപകടമാണെന്ന കാര്യം നവ്യ പറയുകയാണ്. അതുകൊണ്ട് അവനും അവൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ട് അവളെ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് നവ്യ ഫോൺ വിളിക്കുന്നു. അതും ദേവയാനി കേട്ടുകൊണ്ട് വരുക കേട്ടോ.
അപ്പോൾ അത് കേട്ട് ദേവയാനി ഞെട്ടി. ഈ വിവരം ഉടനെ എത്തേണ്ടടുത്തൊക്കെ എത്തണമെന്ന കാര്യവും നവ്യ പറഞ്ഞു. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ലാന്ന്. ശരിടി, ഞാനിത് ഇപ്പം തന്നെ ആദർശനെ അറിയിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തിട്ട് നവ്യ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. പക്ഷേ ദേവയാനി പുറകിൽ വന്ന് നിന്നത് നവ്യ കണ്ടില്ല. നവ്യ എന്നിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ ആലോചിച്ച് കയറി വരിക. ഇപ്പോൾ ആരോട് എന്തായിരിക്കും പറഞ്ഞത് എന്നുള്ളൊരിതിൽ ഇങ്ങനെ ദേവയാനി വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ നിർത്തുന്നു. ടാറ്റാ.